ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് രാവിലെ നന്ദുവിൻ്റെ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി നന്ദുവിൻ്റെ വീട്ടിൽ പോവാണ്. നന്ദുവിന് ഫാം പേയോ അങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് GPay പിന്നെ 18 വയസ്സ് കഴിഞ്ഞാലേ തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ ഇപ്പം തന്നെ അവന് മൊബൈൽ എടുത്ത ശേഷം അവൻ ഇപ്പം തന്നെ ഫാം പേ അതൊക്കെ തുടങ്ങാം. പിന്നെ റീചാർജ് ചെയ്യാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നേരെ അവൻ്റെ വീട്ടിൽ പോയിട്ട് ആധാർ കാർഡും അതിൻ്റെ നമ്പർ എന്തൊക്കെയോ അതിൽ അടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നേരെ നമ്മൾ പോകുന്നു, നന്ദൂര് വീട്ടിൽ പോകുന്നു, സാധനങ്ങളൊക്കെ സെറ്റ് ആക്കുന്നു. കുറച്ചേരം അവിടെ ഇരുന്നിട്ട് പിന്നെയും തിരിച്ചു വരുന്നു. എന്തൊരു വെയിലാ ഇത്. ഇന്നലെ വെയിലത്ത് നടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇന്നെന്താ അറിയില്ല, വെയിലത്ത് നടക്കാൻ തോന്നില്ല. കിട്ടിയത് ആധാർ കാർഡ് വല്ല എടുത്തിട്ടുണ്ട്. ഇതാണ് നന്ദുവിൻ്റെ വീട്. ഇപ്പോഴത്തെ വീട് ഷെഡാണ്. പുതിയ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൈതി പണി കഴിഞ്ഞിട്ടുണ്ട്, വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാതിൽ വെക്കണം. പിന്നെ അവിടെ കുറേ പരിപാടിയൊക്കെ, അകത്ത് കുറേ പരിപാടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് താമസമാവൂലേ, ഷെഡിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെ ഒരു തേങ്ങേൻ്റെ ഇതൊക്കെ ഇവിടെ നല്ല പൊളിച്ചിട്ടിരിക്കും. ഇനി നേരെ പോന്നു അക്ഷയ്ക്കല്ലേ. അക്ഷയ് പോണോ? അപ്പൊ അവിടെ നടക്കണ്ടരാ. നമുക്കൊരു ഉച്ച വരെ നിന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് പോയ പോലെ ഇപ്പൊ തന്നെ നടക്കണ്ടാവും. നേരെ വീട്ടിൽ പോവാ. എന്നിട്ട് അച്ഛൻ്റെ ഞാൻ കയറ്റാം. എന്നിട്ട് നീ റീൽസ് ആണല്ലോ, ഞാൻ ചെരുപ്പ് പറഞ്ഞു. നിനക്ക് ആവശ്യമില്ല എടുത്താ പോരാ. റീൽസാണ് ഇതാ ഇവിടെ അവന്റെ മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ വീട് പണിക്ക് ആവശ്യമുള്ള മണ്ണൊക്കെ ഇവിടെ. ഞാനൊന്ന് കുറെ അയച്ചു കൊടുക്കാൻ വേണ്ടി വന്നേട്ടോ കുറച്ച് ദിവസം. ഇത് ബാത്റൂം. ഇതായിരുന്നു അത് തീരുമാനിച്ചില്ല. ഇത് അടുക്കള, ഇത് കിച്ചൺ. അപ്പൊ ഇതോ 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 വിശാലാണല്ലോ. എന്റെ പണി മൊത്തം കഴിയാനുണ്ട്. കഴിയിട്ട് ഇവര് നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അവന്റെ വീട്ടിൽ പോകാനുള്ള വഴിയും വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും പോകാനുള്ള വഴിയും ഇതൊരു വഴി. പിന്നെ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇത് കൂടെ വരുമ്പോൾ മഴക്കാലൊക്കെ ആണെങ്കിൽ വെള്ളം കയറി ഇവിടെയൊക്കെ ചളിയിരിക്കും കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇതാണ് വഴി. അവിടെ ഒരു എന്തോ ഉണ്ട്, പണ്ടത്തെ എന്തോ ഒരു വീടാവുന്നു. ഇതാണ് വഴി. ഇത് കൂടെ ഇപ്പം ഞങ്ങൾ നടന്ന് പോകുന്നു. വന്നത് കാട്ടുകൂടി വന്നേ, അപ്പുറം കാട്ടുകൂടി വന്നേ. പോകുമ്പോൾ നമ്മൾ ഈ വഴി കൂടെ പോകുന്നു. ഇതുണ്ടോ, ഇവിടെയൊക്കെ നല്ല മീനൊക്കെ വരും. മഴക്കാലമായ വലിയ വലിയ മീനൊക്കെ ഇത് കൂടെ ഒക്കെ പോകുന്നതാണ്. വീട്ടിലെത്തിയപ്പോ കച്ചറ അവിടെ പോയി കളിച്ച അവിടെ പോയി കളിച്ചപ്പോ അവിടെ പോയി കളിച്ചോ, പോയി കളിച്ചോ. വീട്ടിൽ നിന്ന് ബോറടിച്ച് നേരെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് അസോളം ഇറക്കാൻ. അത് കണ്ടോ, അതൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചാടിയിട്ട് ആ ഭാഗം മൊത്തം ആ ഭാഗത്ത് 2-3 പറിച്ചോണ്ടെങ്കിൽ അവിടെ നടുകയാണെങ്കിൽ കുറേ വളരും. അത് ഇറങ്ങ് ബാന്തു. ആ എടാ, അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ വേറെ വൈബ് തന്നെയാടാ. അതൊക്കെ വാട്ടർ പ്രൂഫ്. അതൊക്കെ ഇനി കയറാൻ തന്നെ കുറച്ച് പാടുണ്ടാവുള്ളൂ. അത് നമുക്ക് എങ്ങനെ സെറ്റ് ആക്കാം. ഓക്കെ, അസോളകൾ. അസോള ഇതുണ്ടോ, ഇതാണ് അസോള കേട്ടോ. ഇത് ഈ നാട്ടില് അസോള തന്നെ അറിയപ്പെടുക. ഇവിടെ കൊണ്ട് നട്ടത് പണ്ട് ഈ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അസോള. അവിടുന്ന് താഴെ ഭാഗത്തുണ്ടായത്. പിന്നെ ഞങ്ങൾ കുറേ കുറച്ച് അവിടെ കൊണ്ടുപോയി നട്ട്, ഇവിടെ നട്ടോ. അങ്ങനെ ഇവിടെ എങ്ങനെ എത്തി അറിയില്ല. ഞങ്ങളെ തോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് വെള്ളം കയറിയിട്ട് അതൊക്കെ മൊത്തം പോയി. ഇപ്പോൾ ഇവിടെ കുറച്ചുണ്ട്. ഇത് 2-3 പറിച്ചിട്ട് എൻ്റെ മറ്റേ ടാങ്ക് കൊണ്ടുപോയിരുന്നുണ്ട്. വേണ്ടതൊക്കെ ഇപ്പം എന്തായാലും പറിക്കില്ല. ഞാനൊന്ന് നോക്കാൻ വേണ്ടിയാണ് പറിക്കാൻ പറ്റുമെന്ന് ചാടി ഒന്ന് ഇറങ്ങി നോക്കിയാ. പിന്നെ നമ്മൾ അവിടെ വെറുതെ വീട്ടിൽ നിന്ന് ചർച്ചിട്ട് ഇനി നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അവിടെ വരെ നടന്നിട്ട് അങ്ങ് ആവാൻ വരെ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് പറിച്ചിട്ട് പോവും. തിരിച്ചു വരുമ്പോഴേ പറിച്ചിട്ട് പോവുള്ളൂ. അപ്പോൾ അവിടെ വെറുതെ കാണുന്നത്
വീട്ടിലുണ്ട് രാവിലെ തൊട്ട് ഇതുവരെ വീട്ടിൽ തന്നെ നിന്നിട്ട് ആകെ ചടക്കണ്ട നിങ്ങൾ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങിയാൽ എന്ത് രസം അറിയും. ഒരു സാധനം കാണാൻ ഇതാണോ ഇവിടെ മറ്റേ ഇത് മുളയാണോ ഓടയാണോ എന്താ അറിയില്ല, ഇവിടെ വെട്ടിയിട്ടിരിക്കണേ അവിടെ പച്ചമുള ഇതാ ഇവിടെ ഉണ്ട്. അതിക്കൂടെ നടന്നു കുറച്ചേരം ഇവിടെ റെസ്റ്റ് ചെയ്യല്, കുറച്ചേരം ഇവിടെ ഇരിക്കാൻ വെച്ചിട്ടോ. ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് ഉണ്ട്. ഇത് കുറച്ച് പറിച്ച് വെക്കണമെന്നുണ്ട്, അത് കുറച്ച് ചാടിയിട്ട് പറിച്ച് വെക്കാം. നേരത്തെ ഞാൻ ഇവിടെ ഇറങ്ങിയിരുന്നു. നേരത്തെ ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ കാലിൽ പാൻറ്റിൻ്റെ ഈ ഭാഗത്ത് പൈറ്റ് നനഞ്ഞ്. ഇപ്പോൾ ഇത് അവിടെ വേരുള്ള ഭാഗം തൊട്ട് പറിക്കാതെ, ഇത് വേരുള്ള തൊട്ടുള്ള ഭാഗമല്ല, ഒരു ഇവിടുന്ന് തന്നെ ഇത്ര ഒരു ഇതിൽ കുറച്ച് തന്നെ ഇത് വളരും. അത് അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം. ഇത് പറിച്ചിട്ടുണ്ട്. ഇനി നേരെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓസ്കാർ അതൊക്കെ ടാങ്കിൽ കൊണ്ടുപോയി ഇടുക. ഗപ്പിൻ്റെ ഗപ്പി ഒന്നല്ലേ ഉള്ളൂ, അതിനേലും വളർത്തിയെടുക്കണം. ഒന്നുണ്ട് അതിന് തീറ്റ പുതിയ മേടിക്കണം, പിന്നെ അത് വളർത്തിയെടുക്കണം എന്നുണ്ട്. ഇത് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഓസ്കാറിൻ്റെ മുക്കിയിടല്ല അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഇത് അങ്ങോട്ട് വന്ന് വളർന്നോളൂ. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. വെറുതെ അങ്ങ് ഇട്ട് കൊടുത്തായി പെറ്റ് വരികയല്ല, കുറേ പെരുകി അറിഞ്ഞോളൂ. ഇത് ഇനി മിക്കവാറും ചളി ഉണ്ടെങ്കിൽ ചളിയുള്ള സ്ഥലത്ത്, ചളിയും പിന്നെ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത്, നേരത്തെ ഞാൻ പറിച്ച സ്ഥലത്ത് അങ്ങനത്തെ സ്ഥലത്ത് ഇടുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി പെട്ടെന്ന് വളരും, പെട്ടെന്ന് അവിടെ പിടിക്കുകയും ചെയ്യും, തോനെ ഉണ്ടാവുകയും ചെയ്യും. വേറെ സ്ഥലത്ത് പൊട്ടിയ പീസ് അവിടെ പോയി ഇത് വെക്കണോ അവിടെ നിന്ന് ഇത് പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് വെള്ളത്തിൽ മുക്കിയിട്ടാൽ ഒരു വെള്ള കളറിൽ ഇങ്ങനെ നടക്കും. പിന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓക്സിജൻ പുറത്തേക്ക് പോകുന്ന കാണണം. അടിപൊളിയാ. നേരെ കൊണ്ടുപോകുന്നു, വെള്ളത്തിൽ പോയി മുക്കിയിടുന്നു. അവിടെ പോയതിനിപ്പോൾ എന്തൊക്കെ പണിയായിരുന്നു അറിയില്ല. മുറ്റം അടിച്ചടിക്കണം, നല്ല പണി അമ്മ ചെയ്തിക്കണേ. കയറി പണിയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തൊക്കെയോ മുളയുണ്ട്. പിന്നെ ഈ നല്ല ഇലയുള്ള മുള എങ്ങനെ ടൈപ്പ് എനിക്ക് അറിയണില്ല. നല്ല രസമുണ്ട്, നല്ല കട്ടിയുള്ള ഇല, നല്ല കട്ടിയുള്ള ഇല. ടാങ്കിലിടുന്നു, മുക്കിയിടുന്നില്ല, അങ്ങനെ തന്നെ ടൈപ്പ്. അതായത് അങ്ങനെ ആയിക്കോളും. ഇനി പിറ്റേ ദിവസം വന്ന് നോക്കാൻ എന്താവും എന്താ അറിയില്ല. നേരത്തെ എന്നെ ചലഞ്ചിന് വിളിച്ചവനോടെ, ചലഞ്ച് ഫ്രീ ഫയർ എന്നെ പൊട്ടിക്കാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവനിതാ. പൊട്ടിക്കൊന്ന് വാ ഞാൻ ഒറ്റയില്ലല്ലോ, ഇറങ്ങ ഞാൻ റൂം ഇടാം. വേറങ്ങ മോട്ടെ വേവാ ചലഞ്ച് വാ. പൊട്ടി എന്ത് ചെയ്യും? ഞാൻ പൊട്ടിയാല് ഞാൻ മൊട്ടടിക്കും. ഉറപ്പല്ലേ? ഒരു റൗണ്ടല്ല, ഫുള്ള് പൊട്ടിക്കണം. ഫുള്ള് പൊട്ടിയ ഞാൻ മൊട്ടടിക്കും. ഫുള്ളും പൊട്ടിയ ഞാൻ കൊല്ലം വെട്ടും. ഈ സൈഡ് അതൊക്കെ വെട്ടും, മുടി വെട്ടും. ഞാൻ വളർത്തുന്ന മുടി ഞാൻ ഫുള്ള് റൗണ്ട് പൊട്ടിയ വളർത്തുന്ന മുടി ഞാൻ വെട്ടും. പറ്റോ? ഇറങ്ങ. അമ്പോ കുത്തി പിടിക്കാണല്ലോ. ഇറങ്ങ് ഞാൻ കാണിച്ചത് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരും ജയിച്ചത്, എത്രയും തോറ്റ് ജയിച്ചു നോക്കെ കേട്ടോ. ചലഞ്ച് അല്ലെങ്കിൽ ഞാൻ മുടി വെട്ടു, ഞാൻ വളർത്ത വെച്ച മുടി ഈ സൈഡൊക്കെ അതൊക്കെ ഞാൻ വെട്ടു പറക്കണേ. വേണ്ട, നമുക്ക് 1 minute ഓക്കെ. ഇവന് മൊബൈൽ കിട്ടൂല, മൊബൈൽ അവിടെ കുത്തിവെച്ച് ഇറങ്ങുന്നത് കാണിച്ചു കൊടുക്കടാ. ചലഞ്ച് ഇന്ന് ഞാൻ ഇവര് രണ്ടെണ്ണത്തിന് പൊട്ടിച്ചിരിക്കും. ഇവനും പൊട്ടിക്കും. കാണാം നമുക്ക് ഞാൻ മൊട്ടടിക്കില്ലേന്ന്. ചലഞ്ചൊക്കെ ആയിരുന്നു. ഞാൻ ഇവരെ 3 പൊട്ടിച്ച്. എന്ത് 2 റൗണ്ട് ഇവരെ മൊട്ടൊക്കെ പൊട്ടിച്ച്. ഇപ്പൊ സമയം 8:30. വെള്ളം കഴിഞ്ഞ് പണ്ടത്തെ വെള്ളമായിട്ടില്ലേ, തേങ്ങത്തെ വെള്ളം കഴിഞ്ഞ് അവിടെ കംപ്ലൈന്റ് ആണ്, വോൾട്ടേജ് ഇല്ല. അപ്പൊ മോട്ടർ ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മള് കൈ കഴുകാനും ബാത്റൂമിലുള്ള ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് തോട്ടിലേക്ക് പോവാണ് ഗൈസ്. നീ കോരി ഞാൻ കൊണ്ടോ ചോദിക്കേ. അതങ്ങനെ തന്നെ അതന്നെ അടി ആവശ്യമുണ്ട് വാര്. അത് തന്നെ ഇറക്കിയ ഇത് അടുക്കളയ്ക്ക് വേണ്ട. അല്ലെ മലേന്ന് വരുന്ന വെള്ളം കൊണ്ടേ
ഫുള്ള് തണുപ്പ്, നല്ല തണുപ്പ്. തോട്ടിൽ വെള്ളമൊക്കെ നല്ല തണുപ്പ്. കുളിച്ചാ തോട്ടിൽ കുളിച്ചാൽ ചെയ്യും. ഇന്ന് റൂം അടിച്ചപ്പോ ആരാ പൊട്ടിയത്? ഇത് റൂം അടിച്ചപ്പോ നിങ്ങളെ ചൂട്ടിയെ ഹിസ്റ്ററി ഹിസ്റ്ററി എന്ത് തേങ്ങ ഹിസ്റ്ററി. പോടാ ഓടെ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിട്ട് ഞാൻ വീട്ടിൽ പോവേ. പച്ചക്കെട്ട് പിടി അവന്റെ മേത്തെ കൂടെ വയ്ക്കാം. നിറച്ചുള്ള കൂടി കുറയും. നല്ല വെയിറ്റ് ഉണ്ടല്ലേ. തോട്ടത്തെ വെള്ളമൊക്കെ എന്ത് തണുപ്പോ അറിയൂ. കാണാം എന്റെ ഓരോ തലി കാണാം. നടുവിലാരും കാണുന്ന അവരവിടെ നന്ന് വിരിക്കുന്നുണ്ട്. നന്ന് വിരിക്കണ നല്ല 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 വിരിക്കാനുള്ള ടാലന്റ് തന്നതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോവാ. നമ്മുടെ മൊബൈലോ ഇതെന്താ പഠിക്കണ വരുമോ മൊബൈല് നോട്ടെ. പൊട്ടിയോ നന്ദോ നന്ദ അടിച്ച് തെറിപ്പിച്ചേക്ക മോനെ. ബുക്കിന്റെ ഉള്ളിൽ പഠിക്കണേ തുടങ്ങി മൊട്ട. ഓ പഠിക്കണൊക്കെ നല്ല വൈകി. ഇത് വൈകി കുറച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് പൗഡർ നല്ല സ്ക്രീനൊക്കെ നല്ല സ്മൂത്ത് ആകാൻ വേണ്ടിട്ട് പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ബുക്കിൽ വിട്ടു വിട്ട് ഇങ്ങനെ സെറ്റ്. അങ്ങനെ ഞാൻ അധികം ഗെയിം കളിക്കൂല, പിന്നെ തോന്നുമ്പോ ഇങ്ങനെ കളിക്കുള്ളൂ. അല്ലാതെ ഓവർ ഗെയിം കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അധികം റീൽസ് കാണാറില്ല, അധികം റീൽസ് കാണാറില്ല, അധികം ഗെയിം കളിക്കാറില്ല. പിന്നെ അങ്ങനെ തന്നെ. അപ്പൊ ഈ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നല്ലോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.